ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? 2018 സെപ്റ്റംബർ 25 അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ 2 മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ്, സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന രണ്ടുപേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല? യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന, യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളത് കൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട്, എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എന്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്? ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ഉണ്ണി സാറ് പറയുന്നത് ഒരു മകൻ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നും ബാലഭാസ്കറിനെ ഓർക്കാനെന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ വേദനയാണ്, വിഷമമാണ്, അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളും. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്? നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം, നിങ്ങളെ പറ്റിക്കാനാണ്, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകൂ, അല്ലെങ്കിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ, ഗുമ്മുള്ളൂ. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ്. എവിടെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവിടുത്തെ പ്രശ്നം യൂട്യൂബ് വ്യൂസ്. അതാണ് പുള്ളി ഇട്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്, പുള്ളിയുടെ തന്നെ യൂട്യൂബ് ചാനലാണ് പുള്ളി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതും വ്യൂസും ലൈക്കും ഒക്കെ വേണ്ടിയല്ലേ? ചാനലിനെ മോണിറ്റൈസ് ചെയ്യാനും ഗൂഗിൾ ആഡ്സെൻസ് വഴി ഡോളേഴ്സ് കിട്ടാൻ വേണ്ടിയല്ലേ? പിന്നെ ബാലഭാസ്കറിൻ്റെ ഇഷ്യൂ എനിക്ക് മനസ്സിലാത്ത, ഈ അത്യാവശ്യം നാട്ടിലുണ്ടാകുന്ന ഏത് ഇഷ്യൂവിലും ഇദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലുമായിട്ടൊക്കെ അറിയാം. ഇദ്ദേഹമുണ്ട്, പിന്നെ ഒരു PC ജോർജും ഉണ്ട്. രണ്ടുപേർക്കും അറിയാം. ഈ സഭ്യമായ ഭാഷ എന്ന് പറയുന്നത് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്കറിയാം. പല വാർത്താ സമ്മേളനങ്ങളിൽ അന്തിച്ചർച്ചയ്ക്കും വന്ന് ഇദ്ദേഹം ഇരിക്കാറുണ്ട്. അത് നമ്മുടെ ശബരിമലയിലെ ഇഷ്യൂ മൂലം ഇദ്ദേഹത്തെ കാണുന്ന, അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഈശ്വൻ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ്. ഇപ്പം LLBക്ക് എന്തോ പഠിക്കുവാണ്, നിയമ വിദ്യാർത്ഥി എന്ന ഇടയ്ക്ക് രാത്രി അന്തിച്ചർച്ചയ്ക്ക് വന്നിരിക്കും. ഒരു 2 മിനിറ്റ് കൂടെ എനിക്കിതാ 2 മിനിറ്റ് കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വാർത്തകൾ കേൾക്കാറുണ്ട്. പിന്നെ ബാലഭാസ്കർ സാധാരണക്കാരനായ എല്ലാ മനുഷ്യർക്കും ഉണ്ടായ സംശയമാണ് ഈ യൂട്യൂബ് വഴി ഓരോ ആൾക്കാർ കണ്ടൻറ്റായിട്ട് ഇട്ട്. ഞാനിതുപോയിട്ടും ബാലഭാസ്കറിൻ്റെ ഇഷ്യൂ ഇട്ടിട്ടില്ല, ഞാൻ മറ്റ് ആൾക്കാരെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പറയുന്ന കാര്യത്തിൽ. ഈ കേസിൽ ഇങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ട്, അതൊരു വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളാണ്. ഇദ്ദേഹം എന്തിനാണ് അന്തിച്ചർച്ചയ്ക്ക് പോയിരിക്കുന്നത്? ഇദ്ദേഹത്തിന് എന്തിനാണ് അവിടെ വന്ന് ഇദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വന്ന് പറയുന്നത്, അല്ലാതെ നാട്ടുകാർക്ക് തോന്നിയ കാര്യങ്ങളല്ല വന്ന് പറയുന്നത്. അതുപോലെ ഈ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ പറയുന്നത് അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്തിനാ? ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്തിനാ? അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ലേ? ഞാൻ ദിലീപിനെതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ്. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം യഥാർത്ഥത്തിൽ ദിലീപാണ് നടത്തിയത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് പലർക്കും അറിയില്ല, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നമ്മുടെ നാടിന്റെ അഭിമാനമായ മഹാത്മാഗാന്ധി, പ്രിൻസ് എമംഗ് പാട്രിയറ്റ്സ്, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് പിന്നിലും ദിലീപിന്റെ കറുത്ത കരങ്ങളാണ്. ദിലീപിനെ വെച്ച് സിനിമ എടുക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ബാലേന്ദ്രകുമാർ, പുള്ളിയുടെ ആദ്യ സിനിമ ഏതാണെന്ന് പുള്ളിക്ക് പോലും അറിയുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം അപ്രസക്തമായ ഒരു സിനിമ എടുത്ത ഈ മനുഷ്യൻ ദിലീപിന്റെ ഡേറ്റ് വേണ്ടാന്ന് അങ്ങോട്ട് പറഞ്ഞു. എന്താ നീതിബോധം കൂടിപ്പോയി എന്ന്? അങ്ങനെയാണെങ്കിൽ 2017 റെക്കോർഡ് ചെയ്തല്ലേ ഈ ഓഡിയോ എല്ലാം? 2021 വരെ സിനിമയിൽ നിന്ന് പിന്മാറാൻ എന്താ കാത്തു നിന്നത്?
4 വർഷം ഇങ്ങനെ ഉറങ്ങി കിടക്കുകയായിരുന്നു. ഒന്നുമല്ല, ഇത് വെച്ച് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കി, ദിലീപിനെ എക്സ്റ്റോർട്ട് ചെയ്യാൻ നോക്കി. ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിലീപ് പറഞ്ഞു ഞാൻ ചെയ്യില്ല. എന്നിട്ടും പലതവണ ഇയാളോട് പാച്ചപ്പ് ചെയ്യാൻ ദിലീപ് ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലും രീതി തീരുന്നെങ്കിൽ തീരട്ടെ. അപ്പം ബാലേന്ദ്രകുമാർ പറഞ്ഞത് അത് പറ്റൂല, നിങ്ങൾ എനിക്ക് ഒന്നെങ്കിൽ സിനിമ അഭിനയിച്ച് തരണം, കാശ് തരണം എന്നൊക്കെ പറയുന്നു. ദിലീപ് പറ്റൂല എന്ന് പറയുന്നതോടുകൂടി പ്രതികാരമായി. അപ്പം നടിയുടെ പേരിൽ, നടിയുടെ വിഷമത്തിന്റെ പേരിൽ നമ്മുടെ എല്ലാ വീട്ടിൽ സ്ത്രീകളും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വേദന മുതലാക്കി നടിക്ക് വേണ്ടിയാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വരികയാണ്. ഇയാളുടെ അത്രയും വലിയൊരു ഫ്രോഡ് കേരളത്തിൽ കാണില്ല. അത് പുള്ളിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത്ര കള്ളനാണ്. സംസാരിക്കുന്ന കേട്ട 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കള്ളനാണ്. അപ്പോൾ ദിലീപിനെതിരെയുള്ള ഈ മാഫിയയിൽ ബാലേന്ദ്രകുമാറും അങ്ങനെ പലരുമുണ്ട്. അപ്പം അവർ അടക്കം ഉണ്ടാക്കുന്ന വെറും ഒരു ആരോപണമാണ്. ഇനി അത് ആരോപണം അല്ലെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് ഓർത്താൽ മതി. ദിലീപാണ് വേൾഡ് ട്രേഡ് സെന്ററും തകർത്തത്. ഒസാമ യഥാർത്ഥത്തിൽ ദിലീപിന്റെ മാമനാണ്. നമസ്കാരം. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസിൽ വന്നിരിക്കും, മരണപ്പെട്ടു പോയോ അല്ലെ വേട്ടക്കാരന്മാരായിട്ട് വന്നിരിക്കുന്നവരെയൊക്കെ പുള്ളിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പുള്ളിയുടെ പഴയ സുഹൃത്തുക്കളാണ്. ദിലീപിൻ്റെ കേസിൻ്റെ അകത്ത് ഇരയായപ്പെട്ട സ്ത്രീ, ആ സ്ത്രീക്കിടെ ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദിലീപിന് വേണ്ടി പുള്ളി ചത്ത് നിൽക്കുന്നുണ്ട്. പുള്ളിയും PC ജോർജും കോട്ടയ്ക്കാണ് നിൽക്കുന്നത്. അതിനുവേണ്ടി അവർ ഇരയാക്കപ്പെട്ട പെൺകുട്ടി, പേര് വ്യക്തമാക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും നടി, ആ നടിക്കെതിരെ എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഒരു മാന്യതയില്ലാത്ത രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹം ആ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. പിന്നെ രാഷ്ട്രീയ ചർച്ചകൾ ഇദ്ദേഹം വന്നിരിക്കുമ്പോൾ എന്താ പറയുന്നത്. നമുക്കറിയാം രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ പലപ്പോഴും ഉടക്കി പിരിഞ്ഞ് നീ പോടാ നിൻ്റെ പണി എന്തൊക്കെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നത്. ഒരു മര്യാദയില്ലാത്ത രീതിയിൽ പല വാർത്താ ചാനലും ഇയാൾ കൊട്ടപ്പടി മേടിച്ച് കിട്ടുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. പക്ഷേ പാണ്ഡിത്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാണുന്ന പലർക്കും ഇനി തോന്നിയിട്ടുണ്ടോ? ഇനി പുള്ളിയോട് വ്യക്തിപരമായ താല്പര്യമുള്ളവർക്ക് ചിലപ്പം. പിന്നെ ഞാനും ഇവിടെ സംസാരിക്കുന്നതും വീഡിയോ ഇടുന്നതും ലൈക്കും വ്യൂസും ഒക്കെ കിട്ടാനും ചാനൽ മോണിറ്റൈസ് ചെയ്യാനും ഗൂഗിൾ ആഡ്സൻസ് ഇതിന് ഡോളർ മേടിക്കാനുമാണ്. ഈ ലോകത്തുള്ള എല്ലാവരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ടിരിക്കുന്നത്. ഇയാൾ പിന്നെ ഇയാളുടെ ചാനലിൻ്റെ അകത്ത് വീഡിയോ ഇടുന്നത് പിന്നെ എന്നാ കാണാൻ വേണ്ടിയാണ്? വീഡിയോ ഇടുന്നവരെല്ലാം ചെറ്റകൾ, നീയൊക്കെ ഏതാടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഈ ടോപ്പിക്ക് സംസാരിക്കുന്ന താങ്കളും ആളിൻ്റെ അകത്ത് പെടുവോ? കാരണം അദ്ദേഹം പറഞ്ഞ ഈ കണ്ടൻറ്റുകൾ സംസാരിക്കുന്നതെല്ലാം ചെറ്റകളാണ്. ഇദ്ദേഹം ഈ ടോപ്പിക്കും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തംബ്നെയിലൊക്കെ പിന്നെ എന്തിനാണ്? എന്നാൽ പിന്നെ തംബ്നെയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബ് താങ്കൾ വീഡിയോ ഇടാനേ പാടില്ല. താങ്കൾ ഈ ടോപ്പിക്ക് ചാനലിൽ വന്ന് സംസാരിക്കും. അപ്പോൾ താങ്കൾക്ക് ചാനലിൽ 2 മിനിറ്റ് കൂടെ എനിക്ക് കാണാം, എനിക്ക് 2 മിനിറ്റ് അവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ താങ്കൾ ഇവിടെ വന്ന് പറയുന്നു അല്ലേ? ചാനലുകാർ പോലും താങ്കളുടെ പല കാര്യങ്ങളും മ്യൂട്ട് ചെയ്ത് വിടുവാണ്. താങ്കളുടെ അവസാനമൊന്നും അവിടെ നിന്ന് ഇറക്കി വിടാൻ അവർ കിടന്ന് ബുദ്ധിമുട്ടുമാണ്. താങ്കൾക്ക് പറഞ്ഞാലും തീരില്ല. താങ്കൾ എന്താ പറഞ്ഞത് താങ്കൾക്ക് തന്നെ അറിയത്തില്ല. ഇദ്ദേഹം ഈ ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ വിഷമവും അച്ഛനമ്മമാരുടെ വിഷമമൊക്കെ പറയുന്നുണ്ട്. ദിലീപിൻ്റെ കേസിനകത്ത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഒരു വിഷമവുമില്ലേ? ആ പെൺകുട്ടി അനുഭവിച്ച വേദനയ്ക്കൊരു വിഷമവുമില്ലേ? ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, അവരുടെ സഹോദരന്മാർ, അവർക്കാർക്കും വിഷമമില്ലേ? ഈ രാഹുലീഷ് ഒരുപാട് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷെ മറ്റൊരു വ്യക്തി അഭിപ്രായം പറയാൻ പറ്റില്ല. തൻ്റെ അഭിപ്രായത്തിന് മുകളിലോട്ട് വേറെ ആളുടെ അഭിപ്രായത്തിൻ്റെ സ്വരം പൊങ്ങാൻ പാടില്ലെന്നുള്ള ഒരു സ്വേച്ഛാധിപതിയുടെ സംസാരമാണ് താങ്കളിപ്പോൾ സംസാരിക്കുന്നത്. അത് വേണ്ട സുഹൃത്തെ. യൂട്യൂബിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും വീഡിയോ ഇടുന്നത്. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എല്ലാവർക്കും ഉള്ളത്. ഈ ഓൺലൈൻ മീഡിയാസിലും യൂട്യൂബേഴ്സും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അകത്ത്, മനോരമയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ലക്ഷ്മി പറഞ്ഞതിൻ്റെ അകത്ത് പലർക്കും സംശയങ്ങളുണ്ട്. ഈ സംശയം ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതാണ്. ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ സംശയമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ ഒരു കേസ് വെറുതെ അടച്ചു പോകില്ല. ഏത് വ്യക്തിയാണെങ്കിലും അവർക്ക് നീതി കിട്ടണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കേസ് അന്വേഷിക്കുന്നവരുടെ ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. താങ്കൾ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ഇതിപ്പം നാസ വന്ന് കണ്ടുപിടിക്കും, ഏലിയൻസ് വന്ന്, ഇതൊക്കെ ആക്ഷേപഹാസ്യ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇച്ചിരി കൂടിപ്പോയില്ലേ? താങ്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓ അമ്പറ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ 2024 നിങ്ങളിപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമായിക്കൊണ്ടിരിക്കുക. നിങ്ങളും PC ജോർജൊക്കെ ചാനലിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിരിയാണ്. നിങ്ങളതിനെ വലിയൊരു പൗരുഷത്തിൻ്റെ മൂർത്തിഭാവമായിട്ടോ വലിയ കഴിവുള്ള വ്യക്തിത്വമായിട്ടായിരിക്കും നിങ്ങൾ കരുതുന്നത്. പക്ഷേ ജനം ചിരിക്കുകയാണ്. ആക്ഷേപഹാസ്യമാണ്. പക്ഷേ ഇത് ഇച്ചിരി കടന്നു പോകുന്നുണ്ട്. ഇപ്പം താങ്കൾ ഈ ചെയ്യുന്നൊക്കെ വ്യൂസിനും ഗൂഗിൾ ആഡ്സൻസ് മണി ഡോളേഴ്സ് ഇതല്ലേ? എൻ്റെ പൊന്നു സുഹൃത്തെ, കഷ്ടമുണ്ട്.
താങ്കൾക്കാരെ വേണേലും മറ്റേ വെള്ള പൂശാം. ഒരു സ്വന്തം മകള് നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അവിടെ ആ ലക്ഷ്മി. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട വീട്ടുകാരോടൊക്കെ, രണ്ട് വീട്ടുകാരോടും അവർക്ക് പ്രശ്നമുണ്ട്. ലക്ഷ്മിക്ക് ആരുമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ നിങ്ങളുടേതായ സ്വകാര്യ താല്പര്യങ്ങൾക്കും വ്യൂസിനും വേണ്ടി പറയുന്നതിന് എന്തെങ്കിലും ഉളുപ്പ് മര്യാദയും വേണ്ടി ഈ രീതിയിൽ പറയുന്നവർക്ക് ഇതിനെതിരെ ഒന്നും കേസെടുക്കാനും യാതൊരു വകുപ്പുമില്ല. കാര്യം എല്ലാം ഉണ്ടത്രയിലാണ്. എങ്ങനെയാണ് ഉണ്ടത്ര വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ. ഞങ്ങൾ ബാലഭാസ്കറിനെ എവിടെ വെച്ച് ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ടത്രേ. അതായത് ഏത് ലക്ഷ്മിക്കും ഒന്ന് പേര് പറയുന്നില്ല, ലക്ഷ്മി അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് ലക്ഷ്മിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന വല്ലതുണ്ട്. ലക്ഷ്മിക്കും ആ പ്രത്യേക വ്യക്തിക്കും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ രാഹുൽ ഈശ്വർ വലിയ കാര്യമായിട്ട് ലേഡി അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുന്നു. ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ദിലീപിൻ്റെ കേസിനകത്ത് ഇരയായപ്പെട്ട പെൺകുട്ടി ഒന്നും വേണ്ടേ? അവരൊരു സ്ത്രീ അല്ലേ? മഞ്ജുഷി, 3 കാര്യങ്ങൾ. ആദ്യം തന്നെ അതിജീവിതയോട് അങ്ങേയറ്റം ബഹുമാനവും അതിജീവിതയുടെ ഏത് നിലപാടിനോടും ബഹുമാനവും അറിയിക്കുന്നു. പൂർണ്ണമായും വിയോജിക്കുന്നു, അത് വേറെ. പക്ഷേ അതിജീവിതയ്ക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നാണ്. അതിൻ്റെ ഒരു എൻഡിലേക്ക് വരികയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കാനും അതിനെ വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 2, ഇത് പറയുന്ന അതിജീവിതയോടല്ല, അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2, 3 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ദയവായി ശ്രദ്ധിക്കുക. UNDESA@UN.org UNDESA@UN.org യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന്റെ ഇമെയിലാണ്. അതിലും കൂടെ ഒരു പരാതി അയച്ചോളൂ, നല്ലതാണ്. ചുമ്മാ UN കൂടെ അറിഞ്ഞിരിക്കട്ടെ. അങ്ങനെ UN-ലേക്കും നമ്മുടെ വേൾഡ് കോർട്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും IMF-ലേക്കും എല്ലാം കൂടി ഒരു പരാതി അയച്ച് ഒരുതരം പരിഹാസത്തിന്റെ ചുവയാണ് താങ്കളുടെ ആ വാക്കുകളിൽ. രാഷ്ട്രപതിക്ക് കത്തെഴുതി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിജീവിത രേഖപ്പെടുത്തിക്കൊണ്ടാണ് കത്തെഴുതി. ആ കത്തിനെയാണ് കളിയാക്കുന്നത്. എല്ലാവർക്കും അയക്കാൻ. നമ്മുടെ ശശി തരൂർ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞു. ശ്രീ ദിലീപിനെതിരെയുള്ള സാധനങ്ങൾ, അതായത് അടിസ്ഥാനപരമായി എപ്പോഴും മീഡിയയ്ക്കാണെങ്കിലും ന്യൂസ് മീഡിയയ്ക്കാണെങ്കിലും ഡിജിറ്റൽ മീഡിയയ്ക്കാണെങ്കിലും യൂട്യൂബ് മീഡിയയ്ക്കാണെങ്കിലും ആൾക്കാർക്ക് സെൻസേഷണലിസം കൊടുത്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ട് പ്രകാശൻ തമ്പിയുടെ കയ്യിൽ ആ മൊബൈൽ വന്നു? ആ പ്രകാശൻ തമ്പിയുടെ മൊബൈൽ എന്തുകൊണ്ട് തിരിച്ച് ലക്ഷ്മി മേടിച്ചില്ല? സ്വന്തം ഭാര്യ, സ്വന്തം കുഞ്ഞും ഹസ്ബൻഡും മരിച്ചിരിക്കുന്ന അവസരത്തിൽ ബാലഭാസ്കറിന്റെ ഫോൺ എവിടെ പോയി അന്വേഷിക്കൂ? അയാൾ പറഞ്ഞു ആണ് പിന്നെ കൊണ്ടുതരാം. അപ്പൊ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് എടുത്ത് ഞാൻ ഇങ്ങനെ, എന്റെ അടുത്ത സുഹൃത്താണ് ശ്രീ അർണബ് ഗോസ്വാമിയോട് റിപ്പബ്ലിക്കിൽ ഇരുന്ന് പലതവണ ഫൈറ്റ് ചെയ്തതാണ് നമ്മുടെ ശശി തരൂർ സാറിന് വേണ്ടി. എന്നോട് ചോദിച്ചു, സുനന്ദ പുഷ്കറിന്റെ കയ്യിൽ എന്തുകൊണ്ട് ഒരു പാടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, കൊതു കടിച്ചതായിരിക്കും സാർ, അങ്ങനെ വല്ലതും പാട് വന്നതായിരിക്കും. അതായത് അപ്പം പെട്ടെന്ന് ആൾക്കാർക്കുണ്ടോ എവിടെ ആ പാടുണ്ട്? ചിലപ്പം പാടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ആ പാട് മുമ്പേ ഉണ്ടായിരുന്നിരിക്കും, ഇല്ലായിരുന്നിരിക്കും. പക്ഷെ ആ പാടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും പറഞ്ഞു നിർത്തും. പാടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടോ പോയിസൺ ഇഞ്ചക്ട് ചെയ്തതാണെന്ന് പറയും. ദിവസക്കൂലിയോ അല്ലെ മാസക്കൂലിയോ ഈ വൈറ്റ് വാഷിങ്ങിന്? നിനക്കൊക്കെ നാണമില്ലേടേ? നിനക്ക് വീട്ടിലാ നമ്മളും നാളെ ഇതേപോലെ ആക്സിഡന്റ് തീരാനുള്ളതേ ഉള്ളൂ. നമ്മളെ ആക്സിഡന്റ് തീരുമ്പോൾ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ നമ്മുടെ കുട്ടിയോ ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീയൊന്നും സ്വർഗത്തിൽ പോലും പോകില്ല, നരകത്തിലിരുന്നെങ്കിലും നീയൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ മര്യാദ കാണിക്കും. CBI അന്വേഷണം 2 കഴിഞ്ഞു, പോലീസ് അന്വേഷിച്ചു, ഒരു ആക്സിഡന്റ് പറ്റി ആ വ്യക്തി മരിച്ചു. ഇനി എന്ത് ചെയ്യണം? അതിന്റെ വീട്ടിൽ അന്യഗ്രഹ ജീവികളാണെന്ന് പറയണോ? എന്തുകൊണ്ട് ലക്ഷ്മിക്കെതിരെ നാസ അന്വേഷണം ഉണ്ടാക്കുന്നില്ല? ഇത് തന്നെ എല്ലാ കേസിലും. ഈ കേസുകൾക്ക് എല്ലാവരും സമാന സ്വഭാവം ഉണ്ടായാൽ മതി. അതിജീവിത പ്രസിഡന്റിന് പരാതി കൊടുത്തു. പ്രസിഡന്റ് ഈ പരാതി പരിഹാര സെല്ലാണോ പ്രസിഡന്റ്? യുണൈറ്റഡ് നേഷൻസിന് ഇനിയും പരാതി കൊടുക്കും. അതായത് ബേസിക്കലി എന്തെങ്കിലും പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ച് വിഷയം സജീവമായി നിർത്തുക. ദൈവത്തെ ഓർത്ത് ഒരു ഒരു കുഞ്ഞു മരിച്ച അമ്മയാണ് ആ സ്ത്രീ ലക്ഷ്മി, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു ഭാര്യയാണ്. അവരെ മിനിമം മര്യാദ കാണിക്കണം. ഇല്ലെങ്കിൽ വ്യൂസ് കൂടുതൽ കിട്ടുമായിരിക്കും. ദൈവത്തിനൊരു കോടതിയുണ്ട്. ആ കോടതി നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല. കാലത്തിനൊരു കണക്ക് പുസ്തകമുണ്ട്. ആ കണക്ക് പുസ്തകത്തിൽ നിനക്ക് ഒന്നും മാപ്പുണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം നേരത്തെ നമ്മുടെ വ്യൂസിന് വേണ്ടി ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ അന്യഗ്രഹ ജീവികളാണ്. ഇതിനെക്കുറിച്ചൊരു നാസ അന്വേഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാനെന്ന് ഈ രാഹുൽ ഈശ്വരൻ എന്തൊക്കെ അസഭ്യമായി വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസാര ഭാഷ തന്നെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ഭാഷാശൈലിയാണ്. ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നവരോടെല്ലാം പുള്ളിപ്പുണ്യ സ്വർഗം, നരകം, ദൈവത്തിൻ്റെ കോടതി, തംബ്നെയിലായിട്ട് ഇയാൾ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ഇതാണ്. അപ്പം എന്താണ്, ഈ തംബ്നെയിൽ വഴി ആളുകൾ കയറി വ്യൂസും ലൈക്സും സബ്സ്ക്രിപ്ഷനും അതിൽ നിന്ന് മോണിറ്റൈസ് ചെയ്ത് ചാനലിന് വരുമാനം കിട്ടാൻ വേണ്ടിയല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.